ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നത്തിങ് ഫോൺ 4യുടെ ക്യാമറ റിവ്യൂ ആണ്. സോ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നത്തിങ് ഫോൺ 4യിലാണ്. സോ അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതലായിട്ട് കാര്യങ്ങൾക്ക് കിടക്കാം. ഇതിന്റെ സാമ്പിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ സമയം ഉപയോഗിക്കാൻ നമുക്ക് നേരെ കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങി സബ്സ്ക്രൈബ് അടിക്കുക ആൻഡ് വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. ഞങ്ങൾക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. സോ നമുക്ക് നേരെ കിടക്കാം. സോ ഫോട്ടോസിൽ ഇമേജ് സബ്ജക്റ്റിന്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അൾട്രാ വൈഡ് 8 മെഗാ പിക്സൽ ആ ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. എന്നാൽ 1x വന്നു കഴിയുമ്പോൾ നല്ല ക്വാളിറ്റിയും ഡീറ്റെയിൽസും കാണാം. അതുപോലെ തന്നെ 2x സെൻസർ ക്രോപ്പും അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇതിന്റെ 3.5x ആണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. നല്ല ക്വാളിറ്റി നല്ല ഡീറ്റെയിൽസും തരുന്നുണ്ട്. അതുപോലെ തന്നെ 7x നല്ല ക്വാളിറ്റി ഡീറ്റെയിൽസും തരുന്നുണ്ട്. പിന്നെ സബ്ജക്ട്സിന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും ലഭിക്കുക. നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കളേഴ്സ് നല്ലതാണ്. ചില അൾട്രാവൈഡ് പിക്സിൽ നമ്മളെടുത്ത സബ്ജക്റ്റിന്റെ ഫോട്ടോ സബ്ജക്റ്റ് ഫോക്കസ് ആവുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിന്റെ ടെലിഫോട്ടോ ക്യാമറ വെച്ചിട്ടൊരു മാക്രോ പരിപാടി ഉണ്ട്. സോ ഇതിന്റെ മെയിൻ ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് 4K 30fps ഇതിന്റെ ടെലിഫോട്ടോ ലെൻസിലും 4K 30fps റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ അൾട്രാവൈഡ് വെച്ച് നിങ്ങൾക്ക് 1080p 30fps റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ വെച്ച് 1080p at 60fps റെക്കോർഡ് ചെയ്യാം. 4K കൊടുക്കായിരുന്നു, ബട്ട് ചിപ്സെറ്റ് കാപ്പബിൾ അല്ല എന്നാണ് കമ്പനി പറഞ്ഞത്. സോ ഇങ്ങനെ ഇരിക്കും ഇതിലെ സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി. സോ ഗൈസ്, വീഡിയോയിൽ നിങ്ങൾക്ക് 4K 30fps റെക്കോർഡ് ചെയ്യാം. സോ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഫോണിൻ്റെ മൈക്ക് വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയുക. എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രൈസ് റേഞ്ചിൽ നല്ല കുഴപ്പമില്ലാത്ത വീഡിയോ ക്വാളിറ്റി ഒക്കെ നൽകുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. ഗൈസ്, 3.5x വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റി കിട്ടുള്ളൂ. സോ ഇതും നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ടെലിഫോട്ടോ കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ മിക്ക ഫോണിലും ടെലിഫോട്ടോ ക്യാമറ വരുന്നില്ല. അങ്ങനെ ഒരു തിരിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് അൾട്രാ വൈഡ് ക്യാമറ വെച്ചിട്ടാണ്. 4K 60fps റെക്കോർഡ് ചെയ്യാൻ പറ്റിയിരുന്നു. ഞാൻ നേരത്തെ 30fps പറഞ്ഞേ, സോറി. അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയിൽ വയ്ക്കുന്നത് 8 മെഗാ പിക്സൽ ആയാലും ആ ഒരു ഡീറ്റെയിൽസും ക്വാളിറ്റിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൽ HDR വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. HDR എന്ന് വരുമ്പോൾ നല്ല കളേഴ്സൊക്കെ കിട്ടും. പിന്നെ ഒരു പ്രശ്നമുണ്ട്, HDR റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1080p 30fps റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു പ്രശ്നമുണ്ട്. സോ 1x ക്വാളിറ്റി ഇതാണ്. ഇനി നമുക്ക് 3.5x ക്വാളിറ്റി. സോ 3.5x HDR വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഒരു ക്വാളിറ്റി ഒക്കെയാണ് കിട്ടുന്നത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. 1080p 30fps തന്നെയാണ്. പിന്നെ എനിക്ക് ഇതിൻ്റെ ക്യാമറയിൽ മേജറായിട്ട് തോന്നിയൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ 1x വീഡിയോ ഇട്ടിട്ട് 3.5x ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അവിടെ നമുക്ക് സെൻസർ ക്രോപ്പാണ്, 1x സെൻസറിൻ്റെ സെൻസർ ക്രോപ്പാണ് വരുന്നത്. ബട്ട് നമ്മൾ 3.5x തന്നെ ഇട്ടിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ സീൻ ഉണ്ടാവില്ല. സോ നത്തിങ് അതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ച് പരിഹരിക്കണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം ഇപ്പോൾ നല്ലൊരു സാധനം നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സൂം ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ സൂം ചെയ്യണമെങ്കിൽ അത് സെൻസർ ക്രോപ്പ് വരും, ക്വാളിറ്റി അവിടെ കുറയും. സോ അങ്ങനെ പ്രശ്നം വരും. സോ സോഫ്റ്റ്വെയർ പ്ലേയിലൂടെ തരാൻ പറ്റി കഴിഞ്ഞാൽ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നി. ഈ ക്യാമറയിൽ ഫേസ് സൺ നമ്മുടെ മുഖത്തേക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വാളിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പുറകിലാണെങ്കിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റിയിലേക്കും കിട്ടുക. ബാക്ക് ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സണ്ണിനെ ഫേസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ക്വാളിറ്റി കിട്ടും. അതുപോലെ തന്നെ സണ്ണിങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ക്വാളിറ്റിയായിരിക്കും കിട്ടുക ഗൈസ്. പിന്നെ ഞാൻ ബ്ലാക്ക് മാജിക് ആപ്പ് യൂസ് ചെയ്തിട്ട് കുറച്ച് ലട്ട്സൊക്കെ ഇട്ടിട്ട് കുറച്ച് വിഷ്വൽസ് പിടിച്ചിട്ടുണ്ട്. സോ അതൊന്ന് കണ്ടിട്ട് നൈസ് വിഷ്വൽസാണ്. വാൾപ്പാറയ്ക്ക് ഉപയോഗപ്പെടുത്ത കുറച്ച് വിഷ്വൽസാണ്. സോ നിങ്ങളെ കണ്ടിട്ട് സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇത്രേ ഉള്ളൂ. ഞാൻ ആ ബ്ലാക്ക് മാജിക്കിലെടുത്ത വിഷ്വൽസൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. സോ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്ത് നിങ്ങൾ വിഷ്വൽസൊക്കെ നോക്കുക. അതുപോലെ തന്നെ അതിലുള്ള പ്രീസെറ്റ് ആയിട്ടുള്ള ലക്സൊക്കെ ഇട്ട് എടുക്കുമ്പോൾ നല്ല രീതിക്ക് കളർ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക.
അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ബെസ്റ്റ് സെറ്റപ്പ് ആയിട്ടാണ് തോന്നിയത്. മോട്ടോറോള ഉണ്ട്, ബട്ട് അവിടെയും നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് ഈ ഫോൺ വെച്ച് നോക്കുമ്പോൾ. ബട്ട് ഇതില്ലാത്ത കുറേ കാര്യങ്ങൾ അതിലുണ്ട്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ, ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ വേറെ വീഡിയോ ഇടുന്നുണ്ട്. ഇത് ക്യാമറ റിവ്യൂ മാത്രമാണ്. ക്യാമറയെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസിൽ ടെലിഫോട്ടോയും കൊടുത്തത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നത്തിങ് കീപ്പ് ഇറ്റ് അപ്പ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് അടിക്കാനും ലൈക്ക് അടിക്കാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ